ദൈവം മനുഷ്യനായി എന്നുള്ളത് അവർക്ക് അചിന്തനീയമാണ്. ഉൾക്കൊള്ളാൻ പറ്റും. ദൈവം ദൂരസ്ഥനാണെന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ ദൂരസ്ഥനാണ്. അന്ത്യോഖ്യയിലെ പാത്രിയർക്കീസ് മാർ സേവേറിയോസ് പറഞ്ഞു, മറിയ സംശയം കൂടാതെ ദൈവമാതാവ്. സേവേറിയോസിന്റെ നാട് കടത്തി. സേവേറിയോസിന്റെ വിശ്വാസത്തിൽ ക്രിസ്തീയ സഭ നിന്നിന്റെ സേവേറിയോസിന് ശേഷം ഉടനെ അടുത്ത് വരുന്ന മുഹമ്മദ. സേവേറിയോസിനെ നാട് കടത്തിയതുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ തമസ്കരിച്ചതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഉദയം ഉണ്ടായത്. ക്രിസ്ത്യാനികളെ കൊല്ലണം എന്ന് ഹിന്ദുവിന്റെ ഒരു പുസ്തകത്തിൽ ഹിന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുസ്ലിമുകളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മികച്ച മുസ്ലിമാണ് അവർ ചെയ്തേ പറ്റും. അതൊരു വ്യത്യാസം. വെറുക്കുന്നതല്ല, നിന്റെ അയൽക്കാരൻ നിന്നിൽ രൂക്ഷത കണ്ടെത്തണമെന്നാണ്. എന്താ രൂക്ഷത കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ നീ അവനോട് മൂക്കും മുഞ്ഞും കാണിക്കുക, പരമാവധി അവനെ ഉപദ്രവിക്കുക, അവനവിടെ ജീവിക്കാൻ വൃത്തിയില്ലാത്ത സ്ഥിതി ഉണ്ടാക്കുക നീ ചെയ്യണം. ഉപദേശമാണ്. ശത്രുവിനെ സ്നേഹിക്കണം എന്നുള്ള യേശു ക്രിസ്തുവിന്റെ ഉപദേശമായിട്ട് എവിടെ പോയി നിൽക്കും? നിന്റെ അയൽക്കാരൻ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ള ക്രിസ്തുവിന്റെ ഉപദേശമായിട്ട് എവിടെ പോയി നിൽക്കും? ക്രിസ്തുവിന് ശേഷം വന്ന മികച്ച ഉപദേശം, മികച്ച മതം അവസാന പ്രവാചകനായിട്ട് പറഞ്ഞു നോക്കണം. ക്രിസ്തുവിനോടുള്ള ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു താല്പര്യമില്ലായ്മ എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്? ക്രിസ്തുമസിനെ എതിർക്കുന്ന, ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാറുണ്ട്, അത് പാസ്റ്റർ പറഞ്ഞല്ലോ. ഈ ക്രിസ്തുമസിനെ എതിർക്കുന്നവർ അവർ എന്തുകൊണ്ട് അത് എതിർക്കുന്നു? അവരുടെ ഉള്ളിലെ ഭയപ്പാട് കൊണ്ടാണോ, അതോ എന്താണ് ഇതിന്റെ ഒരു കാര്യം? മറ്റു രാജ്യങ്ങളിലേക്ക് കഴിഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? എന്താണ് ഇതിന്റെ ഒരു കാരണം? അത് തന്നെ സ്വാഭാവികമല്ലേ. യേശു ജനിച്ചപ്പോ ബൈബിളിൽ എഴുതിക്കുന്നത് ഹെറോദാവ് ഭയപ്പെട്ടു. ഇപ്പൊ ജനനത്തിങ്കൽ തന്നെ ഒരു രാജാവിനെ ഭയചകിതനാക്കിയ സിംഹക്കുട്ടിയാണ് യേശു കർത്താവ്. അപ്പൊ അവന്റെ ജനനത്തെ അനുസ്മരിക്കുമ്പോഴും ലോകം ഭയപ്പെടും. ആ സിംഹക്കുട്ടി എന്ന് പറഞ്ഞപ്പോ രോമം ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടോ. അതാ അത് സ്വാഭാവികമല്ലേ. കാരണം അവന്റെ ജനനത്തിങ്കൽ രാജാവ് ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ കാര്യമുണ്ടോ? നിസ്സാരമായിട്ട് എവിടെയും കണ്ട് കാലിത്തൊഴുത്തിൽ കണ്ട് കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ പേടിക്കണം. അതാണ് ദൈവപുത്രന്റെ മഹത്വം. മനസ്സിലായോ? അത് യാക്കോബായ സഭയുടെ ഈ എൽദോ പെരുന്നാളിന്റെ ലിറ്റർജിയിലുണ്ട്. സിംഹത്തിൻ പുത്രൻ നരനായി തീർന്നു. അപ്പൊ സിംഹത്തിന്റെ പുത്രൻ ഈ നരനായി തീർന്നു എന്ന് പറയുമ്പോൾ വൃദ്ധൻ ശിശുവായി തീർന്നു. സിംഹത്തിന്റെ പുത്രൻ നരനായി തീർന്നു. അത് വലിയ സംഭവമാണ്. ലോകത്തിൽ ഇപ്പം ലോകം പരിഭ്രമിക്കും. കാരണം ഈ ട്രൂത്തിനെ, കന്യക പ്രസവിച്ചത് ദൈവത്തെയാണെന്നുള്ള സത്യത്തെ തർക്കം വന്നു ഈ സഭയിൽ. ആ തർക്കം കാരണമാണ് ഇസ്ലാം ഉദിക്കുന്നത്. അല്ല, ഇസ്ലാം ഉണ്ടാവില്ല. അതായത് ക്രിസ്തീയ സഭകൾക്ക് ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇസ്ലാം ഉണ്ടാവില്ല. കാരണം ദൈവവും മനുഷ്യനും കൂടെ സംയോജിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിന് പ്രസക്തിയില്ല. ദൈവത്തോട് നരനെ സംയോജിപ്പിച്ചു. ദൈവത്തോട് നരനെ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇസ്ലാമിന്റെ പ്രസക്തി? ഒരു പ്രസക്തിയില്ല. അപ്പൊ അവിടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തർക്കം ഉണ്ടായി, ഭിന്നത ഉണ്ടായി. ആ ഭിന്നതയുടെ ഇടയിലൂടെയാണ് മുഹമ്മദിന്റെ മതം കയറി വരുന്നത്. അതായത് അന്ത്യോഖ്യയിലെ പാത്രിയർക്കീസ് മാർ സേവേറിയോസ് പറഞ്ഞു, മറിയ സംശയം കൂടാതെ ദൈവമാതാവ്. സേവേറിയോസിനെ നാട് കടത്തി. സേവേറിയോസിന്റെ വിശ്വാസത്തിൽ ക്രിസ്തീയ സഭ നിന്നിന്റെ സേവേറിയോസിന് ശേഷം ഉടനെ അടുത്ത് വരുന്ന മുഹമ്മദ. സേവേറിയോസിനെ നാട് കടത്തിയത് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ തമസ്കരിച്ചതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഉദയം ഉണ്ടായത്. അപ്പൊ ഇസ്ലാമിന്റെ ഉദയത്തിന് തൊട്ടു മുമ്പ് ഇസ്ലാമിന്റെ ഉദയത്തെ തടയാൻ പര്യാപ്തമായ ഉപദേശത്തെ അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസ് സേവേറിയോസ് അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ക്രിസ്തീയ സഭയുടെ ഭൂരിഭാഗം ഈ കിഴക്കൻ പ്രദേശത്തുള്ള രാജാധികാരമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ തമസ്കരിച്ചു. ഒരുപിടി ആളുകൾ സത്യവിശ്വാസത്തിൽ നിലനിന്നു. ആ സത്യവിശ്വാസികൾ പിൽക്കാലത്ത് മുസ്ലിമുകളെ തന്നെ ഉപദ്രവിക്കപ്പെട്ടു. കാരണം അവർ ഈ ദൈവവും മനുഷ്യനോട് യോജിച്ചു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച്, മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതിനെന്താ ഒരു വാക്ക് പറയും, പിന്നെ നമ്മൾ ഹെരസി എന്ന് പറയുന്ന പോലെ അവന്മാരെ കാഫറുകളാണ്, അല്ലെ കാഫറല്ല, വേറൊരു വാക്കാണ്, അവന്മാർ കൊന്നുകള്. അപ്പൊ സത്യസുവിശേഷം മറിച്ചത്. അതുകൊണ്ട് ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇന്നും മുസ്ലിങ്ങൾക്ക് തലവേദനയും സംഖ്യകൾക്ക് ഭയവുമാണ്. ഇസ്ലാമിന്റെ ഉദയം തന്നെ ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടാണ് ഇസ്ലാമിന്റെ തുടക്കം തന്നെ. ഈ മുഹമ്മദിന്റെ കാലത്ത് തന്നെ ഡയലോഗ്സ് നടത്തിയത് ക്രിസ്ത്യാനികളുമായിട്ടാണ്. അപ്പൊ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി എന്നുള്ളത് അവർക്ക് അചിന്തനീയമാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ദൈവം ദൂരസ്ഥനാണെന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ ദൂരസ്ഥനാണ്. അതാണ് ഇവർ പറയുന്നത്. ട്രാൻസഡൻസ് ഓഫ് അള്ളാഹ്. അപ്പൊ ഒരിക്കലും ഇമ്മാനന്റ് അല്ല, നമുക്ക് സമീപസ്ഥനല്ല. അപ്പൊ അങ്ങ് അഗ്രാഹ്യനായ അള്ളാഹു, വിദൂരസ്ഥനായ അള്ളാഹു. ഇതാണ് ഇസ്ലാമിക് പ്രിൻസിപ്പിൾ. ഒരിക്കലും അവൻ സൃഷ്ടിയിൽ ഉൾപ്പെടുന്നില്ലെന്ന. അതിന് നേരെ കടകവിരുദ്ധ ക്രിസ്ത്യൻ ഡോക്ട്രിൻ. സൃഷ്ടിയിൽ ഉൾപ്പെടുന്നു എന്നല്ല, അവൻ സൃഷ്ടിയായി മാറി. സൃഷ്ടാവ് സൃഷ്ടിയായി മാറി. ദൈവം ദൂരസ്ഥൻ സമീപസ്ഥനായി തീർന്നു. അദൃശ്യൻ ദൃശ്യനായി തീർന്നു. ഇതാ ക്രിസ്തുമസിന്റെ മെസ്സേജ്. നേരെ ഇസ്ലാമിനെ വെട്ടിക്കളയാണ്. അദൃശ്യൻ ദൃശ്യനായി, ദൂരസ്ഥൻ സമീപസ്ഥനായി, ദൈവം മനുഷ്യനായി. ദിസ് ഇസ് ദ മെസ്സേജ് ഓഫ് ക്രിസ്തുമസ്. ഇതെങ്ങനെ മുസ്ലിം ഉൾക്കൊള്ളും? ഈ ക്രിസ്തുമസിന്റെ മെസ്സേജ് ഇതാണ് ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല, പക്ഷെ മുസ്ലിങ്ങൾക്ക് കൃത്യം അറിയതാന്ന്. അവൻ നെറ്റി വിളിക്കുന്നതും ബഹളം വെക്കുന്നതും അവൻ ഈ ഉപദേശം എന്താണെന്ന് അറിയാം. എതിരാളിയുടെ ഉപദേശം അവൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ക്രിസ്ത്യാനിക്ക് ഡോക്ടറിന് അറിയത്തില്ല. അപ്പൊ ദൂരസ്ഥൻ സമീപസ്ഥനായി, അദൃശ്യൻ ദൃശ്യനായി, ദൈവം മനുഷ്യനായി, യേശു ജാതനായി. യോഹന്നാൻ എഴുതി, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ അടുത്ത് നിന്ന് സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ കാതുകളാൽ ശ്രവിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ അറിയിക്കുന്നു. ഇസ്ലാമിന്റെ നേരെ ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് അവരെ എതിർക്കും. അവരെ സംബന്ധിച്ച് അവരുടെ ദൈവം അങ്ങ് ദൂരെ ഇരിക്കുക, കാണാപ്പാടിരിക്കുക, അടുത്തെത്തത്തില്ല. നമ്മളെ സംബന്ധിച്ച് ദൈവം ഇനി ദൂരസ്ഥനല്ല.
സമീപസ്ഥൻ. ദൈവം ഇനി മനുഷ്യനാണ്, നമ്മിൽ ഒരാളാണ്, നമ്മെപ്പോലെയായി. ഹീസ് വൺ അമംഗ് അസ്, ഹീസ് ജസ്റ്റ് ലൈക്ക് അസ്, ഹീസ് ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ. അപ്പൊ ഇതാണ് ക്രിസ്തുമസ്. നേരെ ഓപ്പോസിറ്റ്. പക്ഷെ ഇന്നത്തെ പെന്തക്കോസ്ത് വിഭാഗക്കാരുടെ ഒക്കെ ഇതിൽ ഈ പഴയ നിയമത്തിലെ ദൈവത്തെ എടുത്തു വെച്ചിട്ട് നമ്മുടെ തിയോളജിയും ഇസ്ലാമിക് തിയോളജിയോട് കൺഫേം ചെയ്ത് ദൂരസ്ഥനും അദൃശ്യനും ഭീകരനും ജഡ്ജിയും ഒക്കെ ഒരു ദൈവത്തെ അവതരിപ്പിച്ച് ആ ദൈവത്തെ പാടി പുകഴ്ത്തുന്ന ഒരു ഗതികേട്. ഇപ്പൊ കേരളത്തിൽ ഒരു മന്ത്രി യഹോവയെ സ്തുതിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സജി ചെറിയ കണ്ടായിരുന്നത് കണ്ടായിരുന്നു. അല്ല അതൊക്കെ പിന്നെ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള ഒരു അല്ല, അത് കുഴപ്പമില്ല, അത് നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് സ്റ്റിൽ ഇവര് പാടി സ്തുതിക്കുന്നത് ഒരു ഗോത്ര ദൈവമായ ഭീകരനായ ഒരു ദൈവത്തെയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ ഉപദേശം എന്താണെന്ന്, എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വിരോധം വരുന്നെന്ന് പാസ്റ്റർ ചോദിച്ചു. മുസ്ലിങ്ങൾ സൂക്ഷിക്കുന്ന ദൈവസങ്കല്പം പഴയ നിയമത്തിലെ ദൈവസങ്കല്പം സെയിമാണ്. അപ്പൊ പഴയ നിയമത്തിലെ ദൈവസങ്കല്പം അല്ല പുതിയ നിയമത്തിൽ വന്നപ്പോൾ ആ ദൈവം മനുഷ്യനായി. ഇത് ഒരു യഹൂദനും ഉൾക്കൊള്ളത്തില്ല, ഒരു മുസ്ലിം ഉൾക്കൊള്ളത്തില്ല. ഇത് ഇന്നത്തെ പെന്തക്കോസ്തുകാർ പലരും ഈ യേശുവിന്റെ ജഡാവതാരത്തെ നിഷേധിക്കുന്നവരുണ്ട്. ഇൻകാർണേഷനെ നിഷേധിക്കുക. ഇൻകാർണേഷൻ അല്ല, മാനിഫെസ്റ്റേഷൻ. അവൻ കാണപ്പെട്ടു, അതുകൊണ്ടാണ് അവർ ക്രിസ്തുമസ് ആഘോഷിക്കാത്തത്. ഒരു മനുഷ്യനായി അവൻ പിറന്നു എന്നുള്ളതാണ് സത്യം. അതാണ് നമ്മളെ വിമോചിപ്പിക്കുന്ന സത്യം. ആ സത്യം അവരെ തമസ്കരിക്കുന്നു. അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ എതിർക്കുന്നത്. ഹിന്ദുക്കൾ എതിർക്കുന്ന വിവരം ഉണ്ടായിട്ടൊന്നുമല്ല, ചുമ്മാ ജാതി ഭ്രാന്ത് കൊണ്ട് എതിർക്കുന്നു. അവർക്ക് ബോധം പോകണമെന്നില്ല സംഖ്യകൾക്ക്. മുസ്ലിങ്ങൾ എതിർക്കുന്നതിന് വ്യക്തമായ ബോധ്യത്തോടെയാണ് എതിർക്കുന്നത്. അവരുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ഇതിനെ എതിർത്തേ പറ്റും. ഹിന്ദുക്കൾക്ക് ഇപ്പം അനേക ദേവന്മാരും ദൈവമാരും വന്നു, ആ കൂടെ യേശു വന്നെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. അവർക്ക് വേണേ എന്ത് ചെയ്യാം, സഹിഷ്ണുത കാണിക്കാം. അത് തന്നെയല്ല ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളിലെല്ലാം അവന്മാർ ഭജനമടവും അമ്പലവും എല്ലാം വെക്കുന്നുമുണ്ട്. അപ്പൊ അത് തോന്നിവാസം. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനപരമായിട്ട് അവർ എതിർത്തേ പറ്റൂ, അവർ കൊന്നേ പറ്റൂ. ക്രിസ്ത്യാനികളെ കൊല്ലണം എന്ന് ഹിന്ദുവിന്റെ ഒരു പുസ്തകത്തിലും ഹിന്ദുവിനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ മുസ്ലിമുകളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മികച്ച മുസ്ലിമാണ് അവന് ചെയ്തേ പറ്റൂ. അതാണ് വ്യത്യാസം. ഒരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അന്യമതസ്ഥനെ വെറുക്കുന്നവനായിരിക്കണം. വെറുക്കുന്നവനല്ല, നിന്റെ അയൽക്കാരൻ നിന്നിൽ രൂക്ഷത കണ്ടെത്തണമെന്നാണ്. എന്താ രൂക്ഷത കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ നീ അവനോട് മൂക്കും മുഞ്ഞും കാണിക്കുക, പരമാവധി അവനെ ഉപദ്രവിക്കുകയും അവനവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതി ഉണ്ടാക്കുക നീ ചെയ്യണം. ഉപദേശമാണ്. ശത്രുവിനെ സ്നേഹിക്കണം എന്നുള്ള യേശു ക്രിസ്തുവിന്റെ ഉപദേശമായിട്ട് എവിടെ പോയി നിൽക്കും? നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ള ക്രിസ്തുവിന്റെ ഉപദേശമായിട്ട് എവിടെ പോയി നിൽക്കും? ക്രിസ്തുവിന് ശേഷം വന്ന മികച്ച ഉപദേശം, മികച്ച മതം, അവസാനത്തെ പ്രവാചകനായിട്ട് പറഞ്ഞു നോക്കണം. മനസ്സിലായോ? ഇസ്ലാം എങ്ങനെ മനുഷ്യവിരുദ്ധമാകുന്നു എന്നതിനെ പറ്റി നമുക്ക് വേറൊരു സെഷനിൽ നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് എല്ലാവർക്കും ക്രിസ്തുവിന്റെ എന്തായാലും